അപ്പോൾ നമ്മൾ യു എസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പെർമനൻറ്റ് റെസിഡൻസ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡിലേക്ക് പോകാനുള്ള പാത്തുകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ EB3 വിസ കണ്ടു, അസൈലം കണ്ടു, പിന്നെ H1B കുറിച്ചൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ ഡീറ്റെയിൽഡ് സംസാരിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു, നിങ്ങൾ അസൈലം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റും സോഷ്യൽ സെക്യൂരിറ്റിയും കിട്ടും. പക്ഷേ ആക്ച്വലി നിങ്ങളുടെ മുമ്പ് അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ ഒരു 7 വർഷത്തിനുള്ളിലായിരിക്കും ഇൻ്റർവ്യൂ ഒക്കെ വരാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി അസൈലം ആപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അസൈലം കേസ് ഇൻ്റർവ്യൂ നടക്കും. കേസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു US അസൈലം ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു കോൺസുലർ ഓഫീസർ ഉണ്ടാവും. ആ ഓഫീസറുമായിട്ടുള്ള നിങ്ങളുടെ ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അസൈലം ഗ്രാൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ അസൈലം ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ എന്നുള്ളതാണ് നമ്മളുടെ ഈ വീഡിയോയുടെ എയിം. സോ അസൈലം ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഒരു 10% വരെ എന്നൊക്കെയാണ് ജനറലി ഉള്ളൊരു 10% സക്സസ് റേറ്റ്. ബട്ട് US ഓൾ സ്റ്റേറ്റ്സ് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 to 27% ഓഫ് അസൈലം ആപ്ലിക്കൻസിന് കേസ് ജയിക്കുന്നുണ്ട്. അത് പലരും തനിയെ തന്നെ സ്റ്റോറി പ്രിപ്പയർ ചെയ്ത് തനിയെ പ്രസൻറ്റ് ചെയ്ത് സക്സസ് ആകുന്നവരാണ്. പക്ഷേ ഒരു ലീഗൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ, ഒരു ലോയറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് പ്രസൻറ്റേഷനും ബാക്കിയുള്ള ഫോർമാലിറ്റീസും ഒക്കെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പക്ഷം. പക്ഷേ നിങ്ങൾ തനിയെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്കിതിനെ ഫേസ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അസൈലം ആപ്ലിക്കേഷൻ ചെയ്തെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട അസൈലം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ യൂസ് ചെയ്ത മെയിനായിട്ട് ചെയ്യുന്ന അസൈലം പറഞ്ഞാൽ പൊളിറ്റിക്കൽ അസൈലമാണ്. അതായത് നിങ്ങൾക്ക് നിൽക്കാൻ പാടില്ല, നിങ്ങളുടെ നാട്ടിൽ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടോ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനകത്തുള്ള മെമ്പർഷിപ്പ് കൊണ്ടോ, നിങ്ങളുടെ റേസ് കൊണ്ടോ, റിലീജിയൻ കൊണ്ടോ, അല്ലെങ്കിൽ കാസ്റ്റ് കൊണ്ടോ, അല്ലെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നാട്ടിലെ ഗവൺമെൻറ്റിൽ നിന്നോ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിന്നോ ഉണ്ടാകുന്ന വിവേചനങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ തുടർന്നു പോകാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത ആളുകൾക്ക് ഉള്ള ഒരു പാത്വയാണ് ഈ പൊളിറ്റിക്കൽ അസൈലം. അതായത് US നിങ്ങൾ പൊളിറ്റിക്കലി അഭയം തേടുന്നു. അതായത് നാട്ടിൽ നിങ്ങൾ നിൽക്കാൻ പറ്റാത്ത കാരണം നിങ്ങൾ US അഭയം തേടുന്നു. ആ ഒരു പ്രോസസ്സാണ് ഈ പൊളിറ്റിക്കൽ അസൈലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി, റേസ്, റിലീജിയൻ, കാസ്റ്റ്, മെമ്പർഷിപ്പ് ഇൻ എ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇൻ എ സോഷ്യൽ ഗ്രൂപ്പ്, ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് അസൈലം ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുകയാണ് ഈ അസൈലം ഓഫീസറുടെ പർപ്പസ്. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് അവർ നോക്കുന്നത് നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി നേരിടുന്നുണ്ടോ എന്നാണ്. സോ അപ്പോൾ ഈ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഭീഷണികൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോറിയിലെ ഭീഷണികൾ എങ്ങനെയൊക്കെയുള്ളതാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാലിഡ് ക്ലെയിംസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുകയാണ് ഫസ്റ്റ്. അസൈലം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അസൈലം ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. I-589 എന്ന് പറഞ്ഞ ഫോമാണ് നിങ്ങൾ അസൈലത്തിന് വേണ്ടി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോമിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും നിങ്ങൾ ഫർണിഷ് ചെയ്യുന്ന എവിഡൻസുകളും നിങ്ങളുടെ ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. എനി ഡിസ്ക്രിപ്പൻസി, രണ്ടിലും ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചുകളോ ഇൻകൺസിസ്റ്റൻസി ഓഫീസർക്ക് ഫീൽ ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്പോട്ടിൽ റിജക്റ്റ് ആവും. അത് മാത്രമല്ല, കോണായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ US അഭയം തേടുന്നത്, നിങ്ങൾക്ക് നാട്ടിൽ വെച്ച് എന്ത് അറ്റാക്കാണ് ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണ്, ഏത് പൊളിറ്റിക്കൽ ഗ്രൂപ്പുമായിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ നാട്ടിലെ ഗവൺമെൻറ്റുമായിട്ടാണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്. സോ ഇങ്ങനെയുള്ള ബേസിക് ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ്, അസൈലത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ബേസിക്കായിട്ട് ഞാൻ ഒരു ഐഡിയ തന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ US അസൈലം ലോസിനെ കുറിച്ച് US അസൈലം ലോസിനെ കുറിച്ച് ഫെമിലറൈസ് ആകുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പേഴ്സിക്യൂഷൻ, സ്പെഷ്യൽ ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ടേംസിൻ്റെ ഡെഫിനീഷൻ, അസൈലം അതെല്ലാം USCISൻ്റെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ ലോസിനെ കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അസൈലം ഒഫീഷ്യൽസ് ഇങ്ങനെയുള്ള ഇൻസിഡൻസിൻ്റെ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഒരു സീവിയർനെസ്
ഒരു സീവറിറ്റി അളക്കാനായിട്ട് ട്രെയിൻ ചെയ്തവരാണ്. സോ അവർ എത്ര നമ്മളെ സ്റ്റോറി എക്സാജറേറ്റഡ് ആയാലും ജെന്യൂൻ ആയിട്ടുള്ള ക്ലെയിം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലെയിമിനെ അവർ റിജക്റ്റ് ചെയ്യും. സോ നമ്മളുടെ ക്ലെയിം നമ്മുടെ ആപ്ലിക്കേഷൻ എപ്പോഴും ഒരു പെർഫെക്റ്റ് സിംഗിളായിരിക്കണം. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എവിഡൻസിനെ നിങ്ങളുടെ സിറ്റുവേഷനെ അതിനെ സാധൂകരിക്കുന്ന എവിഡൻസ് കളക്ഷനാണ് മൂന്നാമത്തെ സിറ്റുവേഷൻ. ന്യൂസ് പേപ്പർ കട്ടിങ്സ്, TV റിപ്പോർട്ട്സ്, വീഡിയോസ്, പിന്നെ മറ്റു സോഷ്യൽ അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻസ് റിപ്പോർട്ട്, പത്രത്തിൽ വന്ന ന്യൂസിൻ്റെ ഫോട്ടോകൾ അല്ലെങ്കിൽ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, പിന്നെ അന്താരാഷ്ട്ര സംഘടനകളുടെ റിപ്പോർട്ടുകൾ, യുണൈറ്റഡ് നേഷൻസ്, റെഡ് ക്രോസ് അതുപോലെയുള്ള സംഘടനകളുടെ റിപ്പോർട്ടുകൾ, അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്നിരുന്ന നിങ്ങൾക്കെതിരെ ഉണ്ടായ ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോലീസ് റിപ്പോർട്ട്, FIRകൾ, അങ്ങനെ നമുക്കെതിരായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ എല്ലാം പ്രിൻ്റഡ് പ്രൂഫ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് പ്രൂഫ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. സോ നമ്മുടെ അസൈലം ആപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളുടെ കളക്ഷനാണ്. ഇതിന് നിങ്ങൾക്ക് ആരും ഹെൽപ്പ് ചെയ്യത്തില്ല, നിങ്ങൾ ഓണായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ചുമ്മാ പറയാം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അട്രോസിറ്റി അല്ലെങ്കിൽ ഒരു ക്രൂരമായ പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാക്സിമം കളക്ട് ചെയ്ത് കയ്യിൽ വയ്ക്കുക. അഫിഡവിറ്റുകൾ, ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടായ സോഷ്യൽ പ്രൂഫുകൾ, സാക്ഷികളുടെ റിപ്പോർട്ട്, ടെസ്റ്റിമോണിയൽസ്, ഇതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ബ്ലോഗ് പോസ്റ്റ് ആകാം, ഒരു പേപ്പർ കട്ടിങ് ആകാം, ഒരു റിപ്പോർട്ടാകാം. ഈ സാധനമൊക്കെ നമ്മൾ പ്രിൻ്റഡ് ആയിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ആൻഡ് മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ യുവർ അസൈലം ഇൻ്റർവ്യൂ. ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് ഫോൾഡറിൽ അറേഞ്ച് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കരുതുക. കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഫോൾഡറിൽ കാറ്റഗറൈസ് ചെയ്ത് ഫോൾഡറിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എപ്പോഴും നാച്ചുറൽ ആകാമെന്നുള്ളതാണ്. നമ്മൾ ഓവറായിട്ട് എക്സാജറേറ്റ് ആകുകയോ ഇമോഷണൽ ആകുകയോ സെൻറ്റിമെൻ്റൽ ആകുകയോ ഒന്നും ചെയ്യരുത്. കാരണം ദേ വിൽ ഡിറ്റക്റ്റ് ഇറ്റ്. എപ്പോഴും ഒരു ന്യൂട്രൽ മൈൻഡ് സെറ്റിൽ സംസാരിക്കുക. ഓവർ എക്സാജറേറ്റ് ആകാതെ നിങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ സാഹചര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലെയിംസ് ജെന്യൂനായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഓവർ എക്സാജറേഷൻ, ഓവർ സെൻറ്റിമെൻറ്റിലൊക്കെ ആയിട്ട് അവിടെ അഭിനയം കാഴ്ചവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ സ്പോട്ടിൽ തന്നെ അവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ദേ ആർ വെരി വെൽ ട്രെയിൻ ഫോർ ഇറ്റ്. സോ ഓവർ എക്സാജറേറ്റ് ആകാതെ നോർമലായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ജെന്യൂനായിട്ടുള്ള ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം നിങ്ങൾക്ക് ഓവർ എക്സാജറേഷൻ ആയി പോയെന്ന് അവർ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളവർ സ്പോട്ടിൽ തന്നെ റിജക്റ്റ് ചെയ്യുന്നതാണ്. സോ അപ്പം നാച്ചുറൽ ആകുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കുള്ള ക്ലെയിംസ് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല എന്ന് പറയുക. അല്ലാതെ അതിനെ അത് ചെണ്ട് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ജെന്യൂൻ ആകുമ്പോൾ നമ്മുടെ അസൈലത്തിൻ്റെ ഒരു സാധ്യതയും കൂടും. സോ ബി ജെന്യൂൻ, സ്ട്രെയിറ്റ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഡോണ്ട് ഓവർ എക്സാജറേറ്റ്. ഫസ്റ്റ് ഇൻസ്റ്റാൻസിൽ തന്നെ നിങ്ങൾക്ക് അസൈലം ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. ഓക്കെ, അസൈലം റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അസൈലം റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഹയർ ആൻ എക്സ്പീരിയൻസ്ഡ് അറ്റേർണി, അത് അസൈലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ലോയറെ ഹയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വി ഹാവ് കോൺടാക്ട് വിത്ത് സം ലോയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അസൈലം കേസ് വാദിക്കാനോ അസൈലം കേസിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ ലോയറുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരുന്നതാണ്. സോ അപ്പോൾ അസൈലം കോർട്ടിൽ വാദിച്ച് ജയിക്കുന്നതിൻ്റെ ചാൻസുകൾ വളരെ കൂടുതലാണ്. കാരണം ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ദ എമൗണ്ട് ഓഫ് എക്സ്റ്റെൻഡ് വി ക്യാൻ കൺവിൻസ് ദ ഓഫീസർ. ബട്ട് ഇൻ കോർട്ട് lawyers are very well trained to do it. So always it is safe to seek professional help from an experienced asylum lawyer. അപ്പോൾ അതിൻ്റെ ഒരു കുറവും വിചാരിക്കേണ്ട. കുറച്ച് പൈസ ചിലവാക്കിയാലും ഒരു എക്സ്പീരിയൻസ് അറ്റേണിയെ അവരുടെ സേവനങ്ങളെ ആശ്രയിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബി ഹോണസ്റ്റ് ആയിരിക്കുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ പക്കയായിരിക്കുക. എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ടു ഇസഡ് കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ക്ലെയിംസിനെ സാധൂകരിക്കുന്ന എല്ലാ എവിഡൻസും കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നടന്ന വിവരങ്ങൾ മാത്രമല്ലാതെ അതിനെ പിന്തുടർന്ന് വരുന്ന എല്ലാ ഈവൻസിനെയും ഡോക്യുമെൻ്റ് ചെയ്യുക. ഉദാഹരണം 2010 നടന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ 2010 ശേഷം ഇതേ ആളുകൾ, ഇതേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തൊക്കെ ആ നാട്ടിൽ കാണിച്ചു എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് പത്ര റിപ്പോർട്ടുകൾ, പേപ്പർ കട്ടിങ്സ്, വേറെ
ഓർഗനൈസേഷൻസിൻ്റെ റിപ്പോർട്ടുകൾ, ഗവൺമെൻറ് പ്രസ് റിലീസസുകൾ, പോലീസ് റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, അഫിഡവിറ്റുകൾ, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് ഫോൾഡറിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതൊന്നും ചിലപ്പോൾ ചോദിച്ചില്ലെന്ന് വരെ വരും. നിങ്ങളുടെ ക്ലെയിം അവർക്ക് ജെന്യുവനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ആസ്ക് ഫോർ എനി പ്രൂഫ്. പക്ഷേ നിങ്ങളത് കരുതുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഈ ഡോക്യുമെൻ്റാണ് നിങ്ങളുടെ അസൈലം കേസിൻ്റെ അപ്രൂവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അസൈലം ഇൻ്റർവ്യൂവിൽ എങ്ങനെ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് സക്സസ് ആകാമെന്നുള്ളതിൻ്റെ ഒരു കുറച്ച് ടിപ്സാണ് നമ്മൾ. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അസൈലം ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിട്ട് ഡീറ്റെയിൽ വീഡിയോ ഉടനെ തന്നെ ചെയ്യും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.